down in a rectangular flume 600 mm and having width 600 mm and having adjustable bottom slope if chassis constant C is 56. Find the bottom slope necessary of uniform flow with a depth of flow 300 mm. Also find the conveyance K of flume. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കൺവെയൻസ് K ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ K കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് AC റൂട്ട് M ആണ്. K കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ AC റൂട്ട് M. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം എഴുതാം. ഡിസ്ചാർജ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അത് ലിറ്റർ പെർ സെക്കൻഡ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് ആക്കുക. വിഡ്ത്ത് തന്നിട്ടുണ്ട്, അതുപോലെ ഡെപ്ത് തന്നിട്ടുണ്ട്. വിഡ്ത്തും ഡെപ്തും ഉണ്ടെങ്കിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ചെസിസ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് നമുക്ക് തന്നിട്ടില്ല, സ്ലോപ്പ് ഇല്ലാതെ നമുക്ക് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട വേ ആണ് നോക്കേണ്ടത്. ഇതിൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, AC റൂട്ട് MI ആണെന്നറിയാം. ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്ചാർജിൻ്റെ വാല്യൂ ലിറ്റർ പെർ സെക്കൻഡിലുള്ളതിനെ കൺവേർട്ട് ചെയ്തിട്ട് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ചാർജിൻ്റെ വാല്യൂ നമുക്കറിയാം. അതുപോലെ ഏരിയ നമുക്കറിയാം. ഇനി നമ്മുടെ ഏരിയ അറിയാം, ചെസിസ് കോൺസ്റ്റന്റ് അറിയാം. M അറിയില്ല. M കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ A/P ആണ്. A നമുക്കറിയാം, ഏരിയ. P എന്ന് വെച്ചാൽ പെരിമീറ്റർ അല്ലേ, പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ B + 2D ചെയ്താൽ മതിയല്ലോ. അപ്പോൾ Pയും കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടും. ഇനി അവിടെ എന്ത് മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ? ഐയുടെ വാല്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. പിയുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ B + 2D. ഏരിയ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനലി എമ്മിൻ്റെ വാല്യൂ 0.15 എന്ന് കിട്ടും. ഇനി നമ്മൾ മെയിൻ ഇക്വേഷൻ Q = AC റൂട്ട് MI എന്ന് പറയുന്ന ഇക്വേഷൻസിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഐയുടെ വാല്യൂസ് മാത്രമേ അവിടെ അൺനോൺ ആയിട്ട് വരുള്ളൂ. അതിൽ നിന്ന് ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 0.006512 എന്നാണ് വരുന്നത്. പക്ഷേ ഐ എന്ന് പറയുന്നത് സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ 1 ഇത്ര എന്നാണ് പറയുന്നത്, എന്ന് വെച്ചാൽ 1 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 1/1/0.0006512 എന്നുള്ള ഫോമിൽ എഴുതാൻ നമുക്ക് കിട്ടുന്നത് 1/1524 ആണ് ഐയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് ഐ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നേരെ എന്ത് ചെയ്യാം? കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തൂടെ? കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ AC റൂട്ട് M ആണ്. എല്ലാത്തിൻ്റെ വാല്യൂസും അറിയാം. നമ്മുടെ ഫൈനൽ ആൻസർ 3.9039 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് കിട്ടും. 9039 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് കിട്ടും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. Find the discharge through a trapezoidal channel of width 8 meter and side slope 1 horizontal to 3 vertical. The depth of flow water is 2.4 meter and values of chassis constant C is equal to 50. The slope of the bed of the channel is given 1/4000. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്? വിഡ്ത്ത് 8 മീറ്റർ ആണ്. അതുപോലെ തന്നെ സൈഡ് സ്ലോപ്പ് 1/3 എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. ഡെപ്ത് 2.4, ചെസിസ് കോൺസ്റ്റന്റ് 50. ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്ന 1/4000 എന്നുള്ള ഫോർമുല തന്നേക്കുന്നത്. ഇനി ഇതിൽ ഞാൻ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? ഏരിയയും പെരിമീറ്ററും എനിക്ക് ആവശ്യമാണ്. എങ്കിലേ എമ്മിൻ്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? AB + CD പ്ലസ് എന്ത് ചെയ്യുന്നു? ഈ ഒരു വാല്യൂ ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഇതാണ് എൻ്റെ റെക്റ്റാങ്കുലർ എങ്കിൽ ഇത് ട്രപ്പിസോഡൽ എങ്കിൽ ABCD എന്നല്ലേ വരുന്നത്. ഇവിടെ ഞാൻ E എന്നുള്ളൊരു വാല്യൂ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വാല്യൂ അല്ല പോയിന്റ്. അപ്പോൾ AB + CD × C/2 ഇതാണ് എൻ്റെ ഏരിയയുടെ ഫോം. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ എനിക്ക് 21.12 എന്ന് കിട്ടും. ഇനി പെരിമീറ്റർ എടുക്കണം. പെരിമീറ്റർ എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? പെരിമീറ്റർ ട്രപ്പിസോഡലിൻ്റെ പെരിമീറ്റർ എടുക്കുമ്പോൾ AB + BC + AD എന്നുള്ള ഫോമാണ്. എന്ന് വെച്ചാൽ AB + 2BC. ഇനി BC കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? BC കണ്ടുപിടിക്കണമെങ്കിൽ BE² + CE². ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ BE² + CE² എന്നുള്ള ഫോമിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? BC കിട്ടും. BCയുടെ വാല്യൂ കിട്ടും √BE² + CE². സോ 2.529 മീറ്റർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്ററിൻ്റെ വാല്യൂ ആവും. അപ്പോൾ പെരിമീറ്റർ ഏരിയയും കിട്ടിക്കഴിഞ്ഞാൽ M കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. M കാൽക്കുലേറ്റ് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്ചാർജ് നമുക്ക് 21.23 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നാണ് വരുന്നത്.